കണ്ണൂർ കണ്ണപുരം സ്ഫോടന കേസ് പ്രതി അനു മാലിക്കിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയിലേക്കാണ്. സ്ഫോടക വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിച്ചത് എന്തിനെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തും. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്നതിലും അന്വേഷണം നടത്തും. ഇന്നലെയാണ് ബംഗളൂരുവിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കാഞ്ഞങ്ങാട് വെച്ച് ഈ അനൂപ് പിടിയിലായത്. നിഖിൽ അളവൂറുണ്ട് കണ്ണൂരിൽ നിന്ന് തത്സമയം നമുക്കിപ്പം. നിഖിലെ, ഇപ്പോ പോലീസിന്റെ നീക്കം എന്താണ്? ചോദ്യം ചെയ്യൽ എപ്പോൾ ആരംഭിക്കും? കാരണം ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അവിടെ ഈ വീട്ടിൽ താമസിച്ചിരുന്ന ആൾക്കാരെ കുറിച്ച് ആ സമീപവാസികൾക്ക് പോലും അറിയില്ല ആരാണ് താമസിച്ചിരുന്നതെന്നോ എന്തായിരുന്നു അവരുടെ പ്രവർത്തനമെന്നോ ഒന്നും അറിയില്ല. പൊട്ടിത്തെറിച്ച വസ്തുക്കൾ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഈ പടക്കം ആണെങ്കിൽ പോലും, ഇപ്പൊ പടക്ക വസ്തുക്കളാണെങ്കിൽ തന്നെ ഉത്സവ സീസണൊന്നുമല്ല, പിന്നെ എന്തിന് ഇത്രയും വസ്തുക്കൾ ആ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു? അങ്ങനെ തുടങ്ങി നിരവധി സംശയങ്ങളുണ്ട്. ഇയാൾ സമാനമായ കേസുകൾ നേരത്തെയും പ്രതിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് നീക്കം? വിശദമായ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? സേതു, ഏതായാലും അനൂപ് മാലിക്കിനെ വിശദമായി ചോദ്യം ചെയ്ത് പ്രധാനമായും 3 കാര്യങ്ങളിൽ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം. ഒന്നാമത്തേത്, ഇയാൾ ഈ വലിയ തോതിൽ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് ശേഖരിക്കുന്നതിന് ഇതിനുള്ള വസ്തുക്കൾ, ഇത് നിർമ്മിക്കാനുള്ള വെടിമരുന്ന് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ എവിടെ നിന്നാണ് എത്തിക്കുന്നത്, ആരാണിത് എത്തിച്ചു നൽകുന്നത്, എങ്ങനെയാണ് എത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇയാൾക്ക് ഈ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആളുകൾ ഇയാളുമായി സഹകരിച്ച് ഇത്തരം പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇയാൾ ഇത്തരത്തിൽ നിർമ്മിച്ച് ശേഖരിക്കുന്ന ഈ വസ്തുക്കൾ ആർക്കാണ് കൈമാറുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരം കൂടി ഇയാളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് വേണം കണ്ടെത്താൻ. കാരണം സേതു സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഉത്സവ സീസണോ ഒന്നുമല്ല. അങ്ങനെയെങ്കിൽ ഇത്രയധികം ഈ സ്ഫോടക വസ്തുക്കൾ ഇങ്ങനെ ശേഖരിച്ച് വയ്ക്കുന്നത് എന്തിനാണ് എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട്. ഇത് മറ്റേതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇയാൾ ഇത് കൈമാറുന്നുണ്ടോ എന്നൊരു സംശയവും കൂടിയുണ്ട്. നിലവിൽ പ്രാഥമികമായി പോലീസിന്റെ കണ്ടെത്തൽ അത്തരത്തിലില്ല. ഇത് ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് നൽകാൻ വേണ്ടിയാണ് എന്നതാണ്. പക്ഷേ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ഇന്നലെ കാഞ്ഞങ്ങാട് വെച്ചാണ് അനൂപ് മാലിക് പിടിയിലാവുന്നത്. ഇയാൾ ഇന്നലെ തന്നെ പ്രാഥമികമായി ചോദ്യം ചെയ്തിരുന്നു. ഇയാൾ രക്ഷപ്പെടാൻ എന്തായിരുന്നു ഇയാളുടെ പദ്ധതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ. പിന്നീട് ഇയാൾ ഏകദേശം 4 ഫോണുകൾ ഇയാൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഫോണുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കാഞ്ഞങ്ങാട് വെച്ച് ഇയാൾ പിടിയിലായത്. കർണാടകയിലേക്ക് കടക്കാനായിരുന്നു ശ്രമം. അതിനു മുൻപ് ഇയാൾ ഒരു സുഹൃത്തിന്റെ വീട്ടിലെത്തുകയും അവിടെ നിന്നാണ് പിന്നീട് ഈ കർണാടകയിലേക്ക് കടക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഇയാൾ പോലീസിന് പിടികൊടുക്കണം എന്ന ഒരു മനസ്സിൽ കൂടി ആയിരുന്നു എന്നുകൂടി പറയുന്നുണ്ട്. കാരണം ഈ സമാനമായ രീതിയിൽ 6ഓളം കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട്. മാത്രമല്ല 2016 വലിയ സ്ഫോടനമുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അന്നൊക്കെ ഭാഗ്യം കൊണ്ട് മരണം സംഭവിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ പക്ഷേ സംഭവിച്ചത് അതല്ല. ഇയാളുടെ അടുത്ത ബന്ധു തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതോടുകൂടി മാനസികമായി ഇയാൾ തകർന്നു പോകുകയും പിന്നീട് പിടികൊടുക്കാമെന്നൊരു മനസ്സിലേക്ക് കൂടി എത്തിയിരുന്നു. ഒത്തിരി കാര്യങ്ങൾ ഈ വ്യക്തത വരാനുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകളുണ്ട്. അതിന്റെയൊക്കെ ചുരുൾ എത്രയും വേഗം അഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ, വിവരങ്ങൾ പുറത്തു വരുന്നതിലൂടെ.